പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ദിവസം നിങ്ങളുടെ എല്ലാവരും ജീവിതത്തിൽ ദൈവം സമർത്ഥമായി അനുഗ്രഹമായി മാറുകയും ആ അനുഗ്രഹം മറ്റു മക്കൾക്ക് അനുഗ്രഹമായി മാറാൻ തക്ക തരത്തിൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇതിനു പറ്റിയ വചനഭാഗം ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായം 5-ാം വാക്യത്തിലുണ്ട്. ഉൽപ്പത്തി 39:5. ആ വചനം അച്ഛനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിനുമേൽ കർത്താവ് അനുഗ്രഹമുണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയമുള്ളവരെ ഓർക്കുക, ജോസഫ് നിമിത്തമായിട്ട് പൊത്തിഫറിൻ്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കുകയാണിത്. പ്രിയമുള്ളവർ, ഈ ദിവസം അച്ഛൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പ്രാപിച്ച വ്യക്തിയായി നീ മാറുകയും നാം ബന്ധപ്പെടുന്ന മക്കൾക്ക് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ ഉള്ള ദിവസമായി മാറട്ടെ. എൻ്റെ ഭവനവും എൻ്റെ ജോലി സ്ഥലവും ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലം എല്ലാം ഞാനുമായി ഇന്ന് ബന്ധപ്പെടുന്ന എല്ലാ മക്കളും എന്നിലൂടെ കർത്താവിൻ്റെ അനുഗ്രഹം അവർ സ്വീകരിക്കുവാൻ, നിങ്ങളുടെ കർത്താവിൻ്റെ അനുഗ്രഹം അവർ സ്വീകരിക്കാൻ ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതികൂലമായ സാഹചര്യത്തിൽ ഒരുപക്ഷെ വേദനാജനകമായ അവസ്ഥയാകാം, അടിമത്തമാകാം, എന്തുമായിക്കൊള്ളട്ടെ, ആ അവസ്ഥയിൽ നീ കടന്നു പോകുമ്പോഴും ദൈവം തന്നെ ദൈവത്തിൻ്റെ ഉപകരണമായി മാറ്റും. അതല്ലേ പ്രിയമുള്ളവർ, പൂർവ്വപിതാവ് ഔസേപ്പിൻ്റെ ജീവിതം കാണുന്നത്. അടിമത്തത്തിലേക്ക് വിൽക്കപ്പെട്ട ജോസഫ് പൊത്തീഫറിൻ്റെ വീട്ടിൽ പ്രശസ്തിയിലേക്ക് ഉയർന്നു. ഓർക്കുക, ദൈവിക അനുഗ്രഹങ്ങൾ ഒരാളുടെ വ്യക്തിപരമോ സാംസ്കാരികമായ അതിരുകൾക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുമെന്ന് എന്ന കാര്യം ഇവിടെ ചിത്രീകരിക്കുക, ഓർമ്മിപ്പിക്കുക. ജോസഫ് അന്യദേശത്തു നിന്ന് വന്നു, അടിമയായി വന്നു, എന്നാൽ അവൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. അവനിലൂടെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ആ ജോസഫിൻ്റെ ജീവിതം നമുക്ക് വല്ല പ്രചോദനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖവും വേദനയും രോഗങ്ങളും മറ്റു പല കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ തളരുകയാണ്. തളരാൻ പാടില്ല പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെയാകുമ്പോൾ നമ്മളിലൂടെ ദൈവം മറ്റു മക്കളെ അനുഗ്രഹിക്കും. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജോസഫ്. എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജോസഫിനെ പോലെ അഭിഷേകവും അനുഗ്രഹവും സ്വീകരിക്കുവാൻ കർത്താവേ ഞങ്ങളെ ഒരുക്കണമേ. ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും നിന്നോട് ചേർന്ന് നിന്നുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കണം. ഒപ്പം കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇന്ന് ഞങ്ങളുമായി കണ്ടുമുട്ടുന്ന സകല മക്കൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലിയ ഉപകരണമായി ഞങ്ങളെ നീ മാറ്റണമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, നീ ഒരു അനുഗ്രഹമായി മാറണം. ഇന്ന് നീ കണ്ടുമുട്ടുന്ന സകല മക്കൾക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.